നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? തേങ്ങാ വീഡിയോ ഒന്നുമല്ല, കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് മാറ്റി മാറ്റി വെച്ചതാണ്. പക്ഷെ ഇന്ന് പൊതിച്ചോറ് കഴിച്ചേ മതിയാവും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു പൊതിച്ചോറ് വ്ളോഗാണേ. പൊതിച്ചോറിന് നമുക്കേ ബീട്രൂട്ട് തോരൻ വെക്കാം. അപ്പം അതിൻ്റെ പരിപാടി നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ മിക്സിയുടെ ചോപ്പറിൽ അരിഞ്ഞതാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ മിക്സി വാങ്ങിച്ച കാരണം എനിക്ക് ഒരുപാട് പണികൾ എളുപ്പമായിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ? ഓണത്തിന് ഓഫർ ഉണ്ടാവും. അപ്പം മിക്സി പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ആയിക്കൊണ്ടിരിക്കണു. ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? കുറച്ച് നല്ല അടിപൊളി മീൻ ഇന്നലെ കിട്ടി. അതിങ്ങനെ എല്ലാം പരട്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മീനും കൂടെ വറക്കാം. മീൻ വറുത്തില്ലാതെ പൊതിച്ചോറ് എന്ത് പൊതിച്ചോറാണല്ലേ? വറക്കാം. ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ടേ. അപ്പോൾ ഈ മീൻ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ അടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പൊട്ടി, കുറച്ച് കറിവേപ്പില അതും പൊട്ടി. ഇനി നമുക്കിതാ നമ്മുടെ മീൻ കഷ്ണങ്ങൾ കറക്കി വെക്കാം. എന്താ അതിൻ്റെ ഒരു ബൂട്ടി അല്ലേ? മതി. ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വരട്ടെ. ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അതിന് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ആദ്യം അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതും കൂടെ ഒന്ന് ഒതുക്കിയിട്ട് നെക്സ്റ്റാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം വരുന്നത്. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമ്മുടെ മീൻ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ, അതെ, പേര് ഞാൻ നേരത്തെ മറന്നുപോയായിരുന്നു. നല്ല മീൻ കിട്ടിയെന്ന് തന്നെ പറഞ്ഞ പേര് കിട്ടിയില്ല. അതും ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5-6 പപ്പടം എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. അതുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട്. അപ്പോൾ ഈ പപ്പടം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കാനായിട്ട് നമുക്ക് ചേട്ടായിക്ക് കുറച്ച് കൊടുക്കാം. ഇതാ ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട്. നോക്കിക്കേ, കുറച്ച് മതി അല്ലേ? ചേട്ടായി പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണേ. അപ്പം നമ്മുടെ പപ്പടം ചമ്മന്തി ഇതാ ഇവിടെ റെഡി. കണ്ടോ, നല്ല അടിപൊളി സാധനമാണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ പൊതിച്ചോറുണ്ടാക്കാനായിട്ട് വാഴയില തപ്പി ഇറങ്ങിയതാ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട്. ഇപ്പം ഇത്രയും നേരം വലിയ മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഒന്ന് മഴ മാറി. എന്നാ ചെയ്യും, അത് വാഴയിലൊക്കെ നിറച്ച് പുഴു മാത്രമല്ല ഒച്ച് അതൊക്കെ കയറിയിട്ട് അങ്ങ് നശിപ്പിച്ച് കളയുക. എന്തായാലും നമുക്ക് നോക്കാം. ഒരെണ്ണം നമുക്ക് ഇതിൽ നിന്ന് ഒപ്പിക്കാം. 3 എണ്ണം വേണം. 3 അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ അടുത്തതും കിട്ടി. 2 ഇലയായി. അതേ ഒരെണ്ണം എന്താ അതും കൂടി ഇല്ലേട്ടെ? അത് കിട്ടൂലേട്ടെ? ആ നല്ലതാ. ഇതല്ലേ സൂക്ഷിച്ച്. അങ്ങനെ നമുക്ക് ഇതാ 3 ഇല മതി. 3 ഇലകളായി. ഇനി നമുക്ക് ചോറ് കെട്ടാം അല്ലേന്നേ? ഞാൻ വാട്ടിക്കോളാം. ഉള്ളെത്താൻ പോകണോ? എന്നാൽ ചെത്തിക്കോ. അപ്പോഴത്തേക്ക് ഞാനിത് വാട്ടി റെഡിയാക്കാം. പൂ ഉണ്ടായിരിക്കണുണ്ടോ? നമുക്കങ്ങനെ ഇല വാട്ടിയെടുക്കാം. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. അതൊക്കെ എടുത്താച്ച് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ചോറ് കെട്ടാനായിട്ട് ഇതാ എല്ലാം റെഡിയാക്കി. ചോറ്, ബീറ്റ്റൂട്ട് തോരൻ, മീൻ വറുത്തത്, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, പിന്നെ കുറച്ച് മാങ്ങ ചമ്മന്തിയാണേ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി തേങ്ങയൊന്നും ഇല്ലാതെ ചുമ്മാ മാങ്ങ ചതച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ആദ്യം തന്നെ നമുക്ക് ചോറ് വിളമ്പാം.
2 മണിക്കൂറാണ്. ആ മാങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ഇതൊരു സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം. പിന്നെ കുറച്ച് നമ്മുടെ തോരൻ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. നമ്മുടെ മീൻ വറുത്തത്. ഇനി നമുക്ക് ബാക്കിയത്തതിനും കൂടെ റെഡിയാക്കട്ടെ. അപ്പം നമ്മുടെ പൊതിച്ചോറ് എല്ലാം വെച്ചു. നമ്മുടെ ഒരു അച്ചാറും കൂടെ വെക്കാമായിരുന്നു. അച്ചാർ കാര്യം പറഞ്ഞാൽ നെല്ലിക്ക അച്ചാർ ഇരിപ്പുണ്ട്, പക്ഷെ വേണ്ട, ഇതിൻ്റെ ഒരു ടേസ്റ്റ് കളയണ്ട. അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തത്, നമ്മുടെ മൂന്നാമത്തെ ഇലയും റെഡിയാണ്. ഇനി ഞാൻ ഇതൊന്ന് അങ്ങോട്ട് പൊതിയട്ടെ കേട്ടോ. അപ്പം നമുക്ക് പൊതിഞ്ഞെടുക്കാം. എത്രയോ വർഷങ്ങളായെന്നറിയില്ല ഇപ്പം. കഴിഞ്ഞ വർഷം ഇതേപോലെ ഓണ സമയമായപ്പോൾ അപ്പച്ചനും അമ്മയും വന്നപ്പോൾ അപ്പച്ചനും അമ്മയും തിരിച്ചു പോയപ്പോൾ ഇതേപോലെ പൊതിച്ചോറുണ്ടാക്കി. 1 വർഷമായിട്ട് അവർക്ക് പൊതിയാം. റെഡി. ഇനി ബാക്കി 2 കൂടെ ആക്കാം കേട്ടോ. നമ്മുടെ 3 പൊതിച്ചോറുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്നങ്ങ് തുറക്കണം. അപ്പോൾ ചേട്ടാ ഇവിടെ എന്തോ പരിപാടിയാണ്. എന്നോട് കുമ്മായം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ കുമ്മായം എടുത്തുകൊണ്ട് വരുവാണ്. ഞാനിപ്പോൾ അവിടെ വീഴുണ്ടായിരുന്നു, വീണില്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിനിടാനാന്നേ. നമ്മുടെ റംബൂട്ടാൻ കണ്ടോ, നട്ടതുപോലെ തന്നെ നിൽക്കുമോ. 3 വർഷം കൊണ്ട് കഴിക്കുന്നേ കണ്ടോ അല്ലേട്ടേ. 1 വർഷമായി. 1 വർഷമായിട്ട് റംബൂട്ടാനാകണ്ട മുരടിച്ച് നിൽക്കുന്നു ഇവിടെ. കുമ്മായം വളമാണോന്നേ? കുമ്മായം ഇട്ടാൽ നല്ലതാ. വേണ്ട, ഒരുത്തൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് നാരകത്തിനാ മഴ പൊടിയുന്നുണ്ട്. കയറിപ്പോക്കെ. എടാ പുസ്തകമൊക്കെ നനയോടെ ചേർക്കാ. നല്ലതാട്ടോ, നല്ല ഉത്തരവാദിത്വം. ഈ നാരകവും നമ്മൾ അതേപോലെ തന്നെ, പഴയ വീഡിയോ കണ്ടവർക്കറിയാം. ഈ നാരകം ഞാൻ നട്ടു, റംബൂട്ടാൻ അവൻ നട്ടു. ഞങ്ങൾ 2 പേരെ പോലെ തന്നെ മുരടിച്ച്. ഞങ്ങൾ മുരടിച്ചാ നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെയല്ലേ, അതുകൊണ്ടാണ് മുരടിച്ച് നിൽക്കുന്നത്. പടരുന്നുണ്ട് ആവശ്യത്തിൽ കൂടുതൽ. അതെയാ. പൊതിച്ചോറുണ്ടാക്കിയില്ല. അച്ഛൻ വന്നപ്പോൾ തന്നെ അച്ഛൻ ഞാനായിട്ട് ഭയങ്കര അടിയായിരുന്നു. പൊതിച്ചോറുണ്ടാക്കണ കാര്യം പറഞ്ഞില്ല, വേറെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി. ഞാൻ കൊണ്ടെടുത്തില്ല. കയറിക്ക് ഞാൻ ഇതുവഴി വന്നോളാം. അതേടാ ശരിക്കും അതായത് ഇവിടെ ഉണ്ടോ, ഞാൻ അതായത് ഇവിടെ തെന്നി വീഴേണ്ടതായിരുന്നു. ഭയം കൊണ്ട് കുറച്ച് തെന്നിപ്പോയി തന്നെത്താനെ അവിടെ നിന്നു. നമ്മുടെ പൊതിച്ചോറ് കഴിക്കാം. എൻ്റേത് അടിപൊളി. വിളിച്ച് കഴിച്ചു നോക്കി. സൂപ്പറല്ലേ. ഈ പൊതിച്ചോറ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വർഷം ഇതേപോലെ ഓണത്തിൻ്റെ സമയത്ത് അപ്പച്ചനും അമ്മയും വന്നപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടിയില്ലേ. ഓർമ്മയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ പോയി അവിടെ ട്രെയിനെ കയറുമ്പോഴല്ലേ, ട്രെയിനെ കയറുമ്പോൾ ട്രെയിൻ വിടുന്നതിന് മുമ്പ് ഉച്ചയാവൂലേ, അപ്പൊ അവിടെ നിന്ന് ഇത് കഴിക്കാം. അപ്പം ഉണ്ടല്ലോ വേറെ. അപ്പം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. മുട്ട പൊരിച്ചില്ലല്ലേ, മുട്ട പൊരിച്ചിന് പകരം മീൻ വറുത്തത്. അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒന്ന് പുറത്ത് പോവാണ്. പോകുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ പൊതിച്ചോറ് വീഡിയോ, പൊതിച്ചോറെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, അങ്ങനെ എല്ലാം കൂടി കൂടിക്കലർന്ന നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.